കുട്ടികൾ പരസ്പരം തൊടുകയും ഉമ്മ വെക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനകത്ത് തെറ്റ് കാണാനായിട്ട് ശ്രമിക്കുന്നവരുടെ യുക്തിക്കകത്താണ് നമ്മൾ ഈ ചോദ്യമൊക്കെ നിൽക്കുന്നത്. പറഞ്ഞിട്ട് മൂടിക്കഴിഞ്ഞാൽ ലൈംഗികത ഇല്ലാതാക്കാനാണെന്നുള്ളല്ലോ, കൂട്ടാനാണ് അത് ചെയ്തിട്ടുള്ളത്. കൈയുടെ വിരലിന് തുമ്പ് കണ്ടാൽ പോലും ഇഷ്ടം തോന്നി പോകുന്നിടത്ത് എത്തും. ഒരു കണ്ണ് ഈ പർദ്ദയ്ക്കിടയിൽ കൂടെ കണ്ടാല് ആർത്തി കൂടുകയാണ് ഉണ്ടാകുന്നത്. കുഞ്ഞുണ്ടാകുന്നത് ദൈവം അനുഗ്രഹിച്ചിട്ടാണെന്നും ഒരു ദിവസം ആരോ വയറ്റിൽ കയറി ഇരുന്നതാണെന്ന്, കുഞ്ഞോടെ ചാടി കയറി ഇരുന്നതാണെന്നൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് തെറ്റും ശരിയും യുക്തിക്കകത്താണ് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത. നമ്മൾ കുട്ടികളിൽ ലൈംഗിക വിദ്യാഭ്യാസം, അതായത് സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ ഈ ടീനേജേഴ്സ് ഉള്ള അച്ഛനമ്മമാരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു പൂർണ്ണമായിട്ടൊരു ധാരണ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ മൈത്രേയൻ പണ്ട് ഒരുപാട് ഇതുപോലുള്ള ക്ലാസ്സുകളും അതുപോലുള്ള പ്രോജക്ട്സും അതുപോലുള്ള ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്ത ആളെന്ന നിലയിൽ ഈ നമ്മൾ ഒരാൾക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഏത് പ്രായത്തിൽ സെക്സ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് മൈത്രേയന് തോന്നിയിട്ടുള്ളത്? അത് ലൈംഗികത എന്ന് പറയുന്നത് ജീവന്റെ തുടർച്ചയ്ക്ക് ഉറപ്പാക്കിയിട്ടുള്ള കാര്യമാണ്. അത് എപ്പോഴെങ്കിലും തുടങ്ങുന്ന കാര്യമൊന്നുമല്ല. ലൈംഗികത നമ്മുടെ ജീവന്റെ ഭാഗമാണ്. ജീവൻ തുടരുന്നത് ലൈംഗികതയിലൂടെ. അത് തെറ്റാണെന്ന് പഠിപ്പിച്ച മതപരമായ വിശ്വാസങ്ങളെ കൊണ്ട് ലോകത്തിനകത്ത് ലൈംഗികത നിയന്ത്രിച്ച് മനുഷ്യരെ കീഴടക്കാൻ പഠിപ്പിച്ചിരുന്ന ഒരു ചരിത്രം മനുഷ്യർക്കുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഈ ചോദ്യം പ്രശ്നമായിട്ട് വരുന്നത്. ലോകത്ത് ഏതെങ്കിലും ജീവി അത് കുഞ്ഞുങ്ങള് ലൈംഗികത എക്സ്പ്ലോർ ചെയ്യണ്ടെന്ന് പഠിപ്പിക്കാറുണ്ട്? അതൊന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ഥലമില്ല. കാരണം ജീവന്റെ തുടർച്ചയാണ്. അത് എപ്പോ തുടങ്ങണം എപ്പോ തുടങ്ങണ്ട എന്നുള്ളതല്ല. പക്ഷെ അത് നമ്മൾ നിയന്ത്രിതമായ ലോകങ്ങൾ ഉണ്ടാക്കി മനുഷ്യരെ കീഴടക്കി നിയന്ത്രിക്കാൻ പഠിപ്പിച്ച ഒരു സമൂഹത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ അതിന്റെ ശരി തെറ്റുകളല്ല. ലൈംഗികത തെറ്റും ശരിയൊന്നുമല്ല. ലൈംഗികത തെറ്റാണെന്ന് പഠിപ്പിച്ചതാണ് നമ്മുടെ തെറ്റ് തുടങ്ങിയത്. അത് മനുഷ്യരെ കീഴടക്കുന്നവരുടെ യുക്തിക്കകത്താണ്. അതിന് വലിയൊരു ചരിത്രമുണ്ട്. അത് എല്ലാം കൂടെ ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ലൈംഗികത തെറ്റാണ്, ലൈംഗികത ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് മനുഷ്യരുടെ പ്രശ്നം. മനുഷ്യരുടെ പ്രശ്നമാണ്. ജീവൻ ലൈംഗികത ഇല്ലാതെ തുടരാത്തത് കൊണ്ട് പിന്നെ അത് എപ്പോ പഠിക്കണമെന്നുള്ള ചോദ്യമുണ്ടോ? ലൈംഗികത എന്ന് പറഞ്ഞാൽ രസത്തിനുള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണ ആരംഭിച്ചിട്ടുള്ള ഒരു വശമുണ്ട്. രസിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടാണ്. ജീവന്റെ തുടർച്ച ഉറപ്പാക്കാതെ ലൈംഗികത ബന്ധത്തിൽ ഏർപ്പെടാത്ത എങ്ങനെ ജീവൻ തുടരും? അത് നമ്മളെ പോലുള്ള സങ്കീർണ ജീവി എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ള ജീവികൾക്ക് ലൈംഗികത അത്യാവശ്യമാണ്. അതുകൊണ്ട് അറിയേണ്ട കാര്യം എപ്പോ തുടങ്ങണം അറിയണമെന്നുള്ള ഒരു സത്യത്തിലില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഒരു കുട്ടിയായിരിക്കുന്നവർക്ക് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ തെറ്റോ ശരിയോ ആയതുകൊണ്ടല്ല. എപ്പോ തുടങ്ങണമെന്നുള്ള ചോദ്യം കൊണ്ടല്ല. അതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവര് നമ്മളെ കീഴടക്കി എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ച ചർച്ചയ്ക്കകത്തല്ലാതെ നമ്മളത് എടുത്താൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല, ശരിയാണോ എന്നുള്ള ചർച്ചയിലേ നമ്മൾ പോകേണ്ട കാര്യം. പക്ഷെ ഇങ്ങനെ ചെയ്താൽ കുഞ്ഞുങ്ങൾ ഈ സമയങ്ങളിൽ ഉണ്ടാകും. ഇപ്പൊ എന്താണ്, ആർത്തവം വന്നു കഴിഞ്ഞ ഒരു പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുണ്ടാകും എന്നുള്ള അറിവ് ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ വളർത്താൻ ആ കുട്ടിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അത് കുട്ടിയെ ഉണ്ടാക്കണ്ടെന്ന് നമ്മൾ പറയുന്നത്. അതാണ് അതിന്റെ ന്യായം. ഇപ്പൊ നമ്മൾക്ക് ലൈംഗികതയ്ക്കകത്ത് മാത്രമല്ലല്ലോ പ്രായത്തിന്റെ കാര്യം വെച്ചിട്ടുള്ളത്. വണ്ടി ഓടിക്കുന്നതിന് നമ്മൾ 18-ാമത്തെ വയസ്സാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പൊ 18 വയസ്സെന്ന് പറയുന്നത് സ്വാഭാവികമായി മനുഷ്യര് മെച്ചുവറായ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൊതുവായ കാര്യം കൊണ്ടാണ്. പക്ഷെ ലൈംഗികമായ കാര്യത്തിനകത്ത് ഒരു 10 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് മെൻസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പഠിപ്പിക്കേണ്ടി വരുന്നത്. അല്ലാതെ മതപരമായ തെറ്റ് ശരി യുക്തിക്കകത്തുനിന്ന് ആരംഭിക്കുന്ന പ്രശ്നമേ അല്ല.
ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവനുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു കാര്യം മാത്രമല്ല, ഇപ്പൊ മദ്യം കഴിക്കുന്നതിനും 18 വയസ്സ് വയ്ക്കുന്നുണ്ട്, വോട്ട് ചെയ്യാനായിട്ട് 18 വയസ്സ് വയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഏകദേശം പ്രായപൂർത്തിയാകുക എന്ന് പറയുന്നത് ഒരു 18 വയസ്സ് വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് ഭിന്നമായി സ്വന്തം ജീവിതം പ്രത്യേകം നിർമ്മിച്ചെടുത്തവരായതുകൊണ്ട്, ആ നിർമ്മിച്ചതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ കീഴടക്കുന്ന ലോകങ്ങൾ നിലനിന്നിരുന്നതുകൊണ്ടാണ് തെറ്റും ശരിയും വെച്ച് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ അല്ലാതെ അതിന്റെ ഉത്തരവാദിത്വം പേറാൻ നമുക്ക് കഴിയില്ല എന്നറിയുന്ന കാരണം കൊണ്ടാണ്. നമ്മുടെ ബ്രെയിൻ ഉറച്ചിട്ടില്ല, നമുക്ക് വരുമാനം ഉണ്ടായിട്ടില്ല, സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായി മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുമ്പോഴും നമ്മൾ 18ാമത്തെ വയസ്സിലാണ് ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അപ്പൊ വണ്ടി ഓടിക്കണ്ട എന്നുള്ളത് തെറ്റാണെന്നൊന്നും അല്ലല്ലോ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യത്തിനകത്ത് തീരുമാനമെടുത്ത് കൃത്യമായി ചെയ്യാനുള്ള കഴിവായിട്ടില്ല, അതുകൊണ്ടാണ് നിയന്ത്രിക്കേണ്ട ആവശ്യം. ഇതാണ് പറയുന്നത്. തെറ്റും ശരിയും പഠിപ്പിച്ച് ഒരിക്കലും ഇത് ശരിയായി ഇത് ഒരിക്കലും മനസ്സിലാക്കിക്കാനൊക്കത്തില്ല. അപ്പൊ സാധാരണഗതിയിൽ ഇത് അമ്മയ്ക്കും അച്ഛനും ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവരിതൊരിക്കലും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അവര് മതപരമായിട്ടുള്ള അറിവാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ തെറ്റും ശരിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ അത് പഠിപ്പിക്കുന്നത്. പിന്നെ അത് നമുക്ക് ഒരിക്കലും അത് കറക്റ്റ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് അമ്മയിലും അച്ഛനിൽ നിന്ന് ഇത് പഠിപ്പിച്ചെടുപ്പിക്കാനായിട്ട് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിനകത്ത് ചെയ്യേണ്ടതാണ്. അങ്ങനെ കുട്ടികൾക്ക് വിദ്യാസമ്പന്നരാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഈ മേഖലയും എങ്ങനെയാണ് നിയന്ത്രിതമായി നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പൊ കുട്ടികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റായത് കൊണ്ടല്ല, ചെയ്യാൻ അവകാശമുണ്ട്, പക്ഷെ ഉത്തരവാദിത്വം എടുക്കാനുള്ള സമയമായിട്ട്. അപ്പൊ അതുകൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തിട്ട് കുട്ടി ഉണ്ടാക്കാതെ ലൈംഗികമായ ബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ട് അനുവദിക്കേണ്ടതാണ് എന്നുള്ളതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. ഇപ്പം എന്താണ് ഈ യൂറോപ്പിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാം അവര് ഈ കുട്ടികൾ ഒന്നിച്ച് താമസിക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പൊ അവര് ആ സമയത്ത് അമ്മയും അച്ഛനും അത് നോക്കാൻ പോയാൽ അവർക്ക് ശിക്ഷ കൊടുക്കും. അവരവിടെ എന്തുവാ ചെയ്യുന്നത് നോക്കാൻ. അപ്പൊ ആ തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ചോദനകൾ ഉപയോഗിക്കാൻ അറിയുകയും ആളുകൾ ഡേറ്റ് ചെയ്യുകയും പരസ്പരം അറിയുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അപ്പൊ അവരോട് പറഞ്ഞു പഠിപ്പിക്കേണ്ട സ്ഥലവും ഉണ്ട്. ആ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുണ്ടാകാനുള്ള പ്രായം ആയിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾക്കോ അവർക്ക് എല്ലാ നിലവാരത്തിലും ബന്ധങ്ങൾ ഉണ്ടാക്കാം. തൊട്ടും എടുത്തും അറിഞ്ഞു വളരേണ്ടതാണ്. അത് ചെയ്യാതെ ഒരു ദിവസം ഒന്നും അറിഞ്ഞുകൂടാത്ത രണ്ടുപേരെ കല്യാണം കഴിപ്പിക്കുന്നിടത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്നിട്ട് ബലാത്സംഗം ചെയ്യുന്ന പുരുഷന്മാരും ബലാത്സംഗം അനുഭവിച്ച് ദുഃഖിക്കുന്ന സ്ത്രീകളുമാണ് ലോകത്തിപ്പോൾ ഉള്ളത്. എത്ര അവസ്ഥയാണ് നമ്മളെ. വളരെ സ്വാഭാവികമായി ഈ വിഷയം എങ്ങനെയാണ് നിയന്ത്രിതമായി ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയാതെ പോയിട്ട് നിരോധനത്തിന്റെ യുക്തികളിനകത്താണ് നമ്മൾ വളർന്നിട്ടുള്ളത്. തെറ്റ് ശരികളിൽ അല്ല അത് വളരേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രം എന്നുള്ള അർത്ഥത്തിലേ അല്ല, പലതരത്തിലുള്ള ലൈംഗികതകൾ ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയണ്ടേ. ഇതൊക്കെ ആളുകൾ തമ്മിൽ അറിയേണ്ടതാണ്. നമ്മൾ ഒരാളെ കണ്ട് പ്രണയിച്ച് അവരെ വിവാഹം കഴിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ലൈംഗികമായ ചോദന കൊണ്ടല്ലെന്ന് പോലും തിരിച്ചറിയുന്നവര് അവര് സ്വവർഗ ലൈംഗികതയുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ ലൈംഗികത തന്നെ വികസിച്ചിട്ടില്ലാത്തവരോ ഒക്കെ ആയിരിക്കും. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ആൾക്കാരെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്തുമാത്രം പ്രശ്നങ്ങളാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നത്. എല്ലാവരും ആണിനും പെണ്ണും മാത്രമേ ഉള്ളെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരംഭിക്കുന്നവര്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ. അപ്പൊ ആ നിലവാരത്തിലുള്ള പരസ്പരം അറിഞ്ഞു വളരുക എന്ന് പറയുന്നതിനകത്തെ നിയന്ത്രണങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വണ്ടി ഓടിക്കാൻ പഠിച്ചാലും ലൈസൻസ് കൊടുക്കുന്ന 18ാമത്തെ വയസ്സിലാണെന്ന് റോഡിലിറങ്ങും. അപ്പൊ പലതരത്തിലെ ബ്രെയിനിന്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ പ്രായപൂർത്തിയാകുക, ഉത്തരവാദിത്വം പേറാനുള്ള കഴിവുള്ളവരായി നമ്മൾ മാറിയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പരിശോധിക്കുന്നത്. അല്ല എപ്പോ തുടങ്ങണമെന്നുള്ള ചോദ്യമേ ഇല്ല, എത്രത്തോളം തുടങ്ങണമെന്നുള്ള ചോദ്യമേ ഉള്ളൂ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുണ്ടാകുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുണ്ടാകാതിരിക്കാനായിട്ട്
ഉറ ഉപയോഗിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അതൊക്കെ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിത് എപ്പോ ഉപയോഗിക്കാം, അപ്പൊ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കാരണം ഓൾറെഡി ഗർഭധാരണത്തിനെ പറ്റിയുള്ള ധാരണ ഇതുണ്ടായി കഴിയുമ്പോൾ അതൊരു കുട്ടികള് ഒരു 8 വയസ്സ് 9 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾ എങ്ങനെയാണ്, അല്ലാതെ എന്താണ് കുഞ്ഞുണ്ടാകുന്നത് ദൈവം അനുഗ്രഹിച്ചിട്ടാണെന്നും ഒരു ദിവസം ആരോ വയറ്റിൽ കയറി ഇരുന്നതാണെന്ന്, കുഞ്ഞോടെ ചാടി കയറി ഇരുന്നതാണെന്നൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത് തെറ്റും ശരിയും യുക്തിക്കകത്താണ് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത. അവരുടെ കണ്ണിന്റെ മുമ്പില് പട്ടികൾ ഇണചേരുന്നുണ്ടാവും, കിളികൾ ഇണചേരുന്നുണ്ടാവും, എത്രയോ സാധനങ്ങൾ അങ്ങനെ കാണുന്ന അവരുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നുണ്ടാവും. അപ്പൊ അത് ഇണചേരുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് മനുഷ്യരും അത് ചെയ്യുന്നത്. പക്ഷെ പട്ടിയൊക്കെ പരസ്യമായി ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? നമ്മൾ ഉടുപ്പിടുന്നത് പോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ്. അത് ലൈംഗിക ഉത്തേജനത്തിനാണ് ഉടുപ്പിടുന്നത്, അല്ലാതെ ഇത് മറച്ചു വെക്കാനല്ല. നമ്മൾ മോടി പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ശരീരം ഒരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴ് ഇപ്പം നഗ്നരായി നമ്മൾ നടക്കുമ്പോൾ ലൈംഗിക ചോദന കാണുന്ന ഉടനെ ഉണ്ടാകത്തില്ല, തൊട്ടാലേ ഉണ്ടാവുള്ളൂ. പിന്നീട് എല്ലാരും നഗ്നരായിരിക്കുന്ന സമയത്ത് നഗ്നത കാണാനായിട്ട് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. പക്ഷെ അതേ സമയത്ത് മറച്ചു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനുള്ള ക്യൂരിയോസിറ്റി കൂടും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ലൈംഗികമായി ഉത്തേജനത്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ പറയുന്നവർക്ക് തിരിച്ചറിയുമെങ്കിലും വേണം. നമ്മൾ മോടി പിടിപ്പിക്കുന്നതാണ്, മറച്ചു വെച്ച് ശരിക്കും പറഞ്ഞാൽ വസ്ത്രം അഴിച്ചു നോക്കുമ്പോൾ കൂടുതൽ കൗതുകം ഉണ്ടാക്കാനാണ് വസ്ത്രം ഇട്ട് തുടങ്ങിയതെന്നും അത് സൗന്ദര്യപ്പെടുത്താനാണ് നമ്മൾ തുടങ്ങിയതെന്നെങ്കിലും മനുഷ്യരറിയേണ്ടതുണ്ട്. അല്ലാതെ വസ്ത്രം മറച്ചു വെക്കാനല്ല ഉപയോഗിക്കുന്നത്. എന്നോ പർദ്ദയിട്ട് മൂടിക്കഴിഞ്ഞാൽ ലൈംഗികത ഇല്ലാതാക്കാനാണെന്നുള്ളല്ലോ, കൂട്ടാനാണ് അത് ചെയ്തിട്ടുള്ളത്. എന്ന് ഞാൻ കൈയുടെ വിരലിന് തുമ്പ് കണ്ടാൽ പോലും ഇഷ്ടം തോന്നി പോകുന്നിടത്തെത്തും. ഒരു കണ്ണ് ഈ പർദ്ദയ്ക്കിടയിൽ കൂടെ കണ്ടാല് ആർത്തി കൂടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാതെ ഈ മറച്ചു വയ്ക്കുന്നതല്ല. അത് ഈ പുരുഷന്മാര് സുന്ദരിയായ ഭാര്യമാരെ ഒളിച്ചു വയ്ക്കണമെന്ന് പറയുന്ന യുക്തി കൊണ്ട് മാത്രമാണ് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ല വേറെ ഒന്നുമില്ല. വേറെ വല്ലവരും അവളെ കാമിച്ചു പോയാലോ എന്നുള്ള പേടി കൊണ്ട് പുരുഷന്മാര് പറയുന്ന യുക്തികളാണ് ആ പറയുന്നതൊക്കെ. അതൊന്നും അല്ല. മറച്ചു വെക്കുമ്പോൾ കാണാനുള്ള ആർത്തി കൂടുകയും കൊതി കൂടുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത്. അതുകൊണ്ട് ഈ പർദ്ദ ധരിക്കുന്ന ആൾക്കാര് ആർത്തി കൂട്ടാനാണ് അത് ചെയ്യുന്നതെന്നും ലൈംഗിക അതിക്രമത്തിന് അത് വഴിവെക്കുമെന്നുള്ളത് കൂടെ അറിയണം. മറച്ചു വെക്കുകയല്ല. അപ്പൊ അതൊക്കെ നമ്മൾ അതിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോ ലൈംഗികത പഠിക്കുക എന്ന് പറയുന്നതിന്റെ ആവശ്യം നമുക്ക് ഉത്തരവാദിത്വം എടുക്കാൻ കഴിയില്ലാതിരിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് പറയുന്നതിന് കാര്യം. ഇനി അവരെ ഏർപ്പെട്ടു പോകും എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. ആരെങ്കിലും കാണാതെ രഹസ്യമായിട്ടൊക്കെ ആൾക്കാർ എല്ലായിടത്തും ബന്ധങ്ങൾ ഉണ്ടാക്കും. ആ ഉണ്ടാക്കുന്നതിന് കുറെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ വഴി. ഇത്രയും ലൈംഗികമായി അതേ സമയത്ത് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു കുഞ്ഞിന് ഗർഭം ഉണ്ടായിപ്പോയാൽ ആ ഗർഭത്തിനെ അവരെ കുറ്റപ്പെടുത്താതെ ആ വിഷയം എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുട്ടി ഉണ്ടാകുന്ന സംശയം തോന്നിയാൽ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത് ഈ തെറ്റും ശരിയും വെച്ച് പഠിപ്പിക്കുന്ന കാരണം കൊണ്ടാണ് അവർക്കിത് പറയാൻ പറ്റാത്തത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും. വണ്ടി 30 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കേണ്ട സ്ഥലത്ത് 60 കിലോമീറ്ററിൽ ഓടിച്ച് നിൽക്കുന്ന ഒരാളെ പോലെയാണ് കാണേണ്ടത്. അതങ്ങനെ ചെയ്യരുതെന്ന് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ചെയ്യാതിരിക്കുമ്പോ അപ്പൊ അതുകൊണ്ടാണ് നിയന്ത്രണത്തിന്റെ യുക്തികളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നിയന്ത്രണങ്ങള് ലൈഫിന് ജീവിതത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിനും സ്പീഡിൽ ഓടിച്ച് ചത്തുപോകാതിരിക്കേണ്ട ആവശ്യമുണ്ട്, വണ്ടി ഓടിക്കേണ്ട ആവശ്യമുണ്ട് എന്നറിയുന്ന പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഒരു കുഞ്ഞുണ്ടായി പോയാല് അതിനെ വളർത്താൻ അവർക്ക് സ്വന്തമായ നിലവാരത്തിൽ വരുമാനമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ പൂർണ്ണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഉറ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചാൽ മതി. അത്രേ ഉള്ളത്. അല്ലാതെ അതിനകത്ത് എന്തോ ഭയങ്കരമായ ഒരു സംഭവം ഇവിടെ നടക്കുന്നു എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് അവകാശപ്പെട്ടതാണ് അവരുടെ എല്ലാ അവയവങ്ങളും. അവർക്ക് അവകാശപ്പെട്ടതല്ലേ, അവരുടേതല്ലേ. അത് ഉപയോഗിക്കാനും തൊടാനും അറിയാനും
കണ്ണ് വെച്ച് കാണണ്ടാന്നും മൂക്ക് കൊണ്ട് മണക്കണ്ടാന്നും വാ കൊണ്ട് രുചിക്കണ്ടാന്നും പറയുന്ന പോലുള്ള പറച്ചിലാണ് ഈ പറയുന്നതൊക്കെ. അപ്പൊ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ, നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് കുഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായാൽ, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ വിദ്യാഭ്യാസം നേടി കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ നോക്കാൻ ബാധ്യത വരും എന്നാൽ ഈ അച്ഛനും അമ്മയും ആയിരിക്കുന്നവര് കൊച്ചുമക്കളെ നോക്കാൻ ബാധ്യത വരും. അപ്പൊ അത് ചെയ്യാനായിട്ട് കഴിവില്ലാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മളത് പറയുന്നത് എന്നാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ അത് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും എത്രത്തോളം ആകാം. റോഡ് ഇപ്പൊ നിങ്ങൾ ക്രോസ് ചെയ്യരുത്, കാരണം വണ്ടി വളരെ സ്പീഡിൽ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അപ്പൊ അവിടെ നമ്മുടെ സീബ്ര ലൈനിൽ കൂടെ നടക്കണം എന്ന് പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കേണ്ട സ്ഥലം. അല്ല നടക്കുന്നത് തെറ്റാണെന്നും റോഡിൽ ഇറങ്ങുന്നത് തെറ്റാണെന്നും പഠിപ്പിക്കുകയല്ല വേണ്ടത്, പരിശീലനങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ ആ പരിശീലനം കൊടുക്കുക എന്ന് പറയുന്നത് എന്തോ ഭയങ്കര തെറ്റാണെന്നുള്ള നിലവാരത്തിൽ, ഈ ലൈംഗികത രസിക്കാൻ മാത്രം ഉണ്ടായതാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്ന് ആരംഭിച്ചതാണ്. ജീവൻ തുടരുന്നതിനകത്ത് രസമുള്ളത് കൊണ്ടാണ് നമ്മൾ തുടരുന്നത്. നമ്മൾ ലൈംഗികത രസമുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ ലൈംഗികതയ്ക്കകത്ത് രസം ഇല്ലെന്ന് വെച്ചു ഒരാളും കുഞ്ഞിനെ ഉണ്ടാക്കത്തില്ല. പ്രകൃതി നമ്മള് ലോകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് പൂവിനകത്ത് തേൻ പോലെയാണ് ലൈംഗിക രസം. അത് കണ്ട് ആകർഷിക്കുന്നുണ്ട്. പൂവിന്റെ മണം പോലെയാണെന്ന് അറിയണം. അല്ല അത് മോശമോ തെറ്റോ ഒന്നും അല്ല ഇത്. അങ്ങനെ അത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിയന്ത്രണത്തോടെ എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് നമ്മളുണ്ടാക്കിയ സമൂഹത്തിനകത്താണ്. ഒരു ഗോത്രത്തിനകത്താണെങ്കിൽ അതിന് ഏത് കുഞ്ഞിനും ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ട് ഗർഭം ധരിച്ച് പ്രസവിക്കാനും. കാരണം കുട്ടിയെ വളർത്തുന്നെന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞു മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. 10-12 വയസ്സാകുമ്പോൾ ഒരു കുഞ്ഞു പ്രസവിച്ചാൽ അവിടെ ഉള്ളവരെല്ലാവരും കൂടെ കുഞ്ഞിനെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയേ ഉണ്ടായിരുന്നു ജീവിതത്തിനകത്ത്. അല്ലാതെ നമ്മൾ LKG UKG വിടുക, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോവുക എന്ന് പറയുന്ന യുക്തിയൊന്നും ഇല്ല അന്ന്. അങ്ങനെ അത് മനസ്സിലാക്കട്ടെ. ഗോത്രത്തിനകത്ത് കുഞ്ഞെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ഗർഭം ധരിക്കാൻ കഴിവുള്ള കുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കുഞ്ഞിനെ ഉണ്ടാക്കും. അത് ആരെങ്കിലും തെറ്റായിട്ട് കണ്ടിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൃഷിയൊക്കെ ആരംഭിച്ച് അതുപോലെ തന്നെ വ്യവസായ സമൂഹങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ലൈംഗികമായ നിയന്ത്രണങ്ങളൊക്കെ ലോകത്തുണ്ടാക്കിയത്. ഇപ്പൊ നീ കുഞ്ഞിനെ പ്രസവിച്ചാൽ നീ പഠിക്കത്തില്ല, ഇപ്പൊ നീ കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. അല്ലാതെ ഈ പള്ളിക്കാരന്മാരും ഈ ദൈവം തമ്പുരാന്റെ ആൾക്കാർ പഠിപ്പിക്കുന്ന പോലെ തെറ്റ് ശരിയുടെ യുക്തിക്കകത്തല്ല ഇതൊന്നും പറയേണ്ടത്. ഇവിടെ 50 കിലോമീറ്ററിൽ വണ്ടി ഓടിച്ചാൽ മതി എന്ന റോഡിന്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് അതേ ന്യായമേ ഉള്ളു ഇതിനകത്തില്ല. എളുപ്പമാണ് പേടിപ്പിച്ച് കീഴടക്കി ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാനെന്ന് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള പഴഞ്ചന്മാര് പഴയ യുക്തികൾ പറഞ്ഞ് ആളുകളെ നിയന്ത്രിക്കുന്നത്. അല്ലാതെ അത് ശരി തെറ്റുകളായതുകൊണ്ടല്ല. നമ്മൾ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഇവിടെ ഈ വളവില് ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ചാൽ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയൊക്കെ നമ്മൾ എഴുതി വെക്കത്തില്ല, ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്ന് എഴുതി വെക്കത്തില്ലേ, അതുപോലെ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് നിയന്ത്രണത്തിന്റെ യുക്തികളാണ്, ശരി തെറ്റുകളുടെ യുക്തികളല്ല. അത് മനുഷ്യരുടെ ജീവിതം നീണ്ടതായി മാറുകയും കുട്ടിക്കാലം നീണ്ടത് കൊണ്ടാണ്. മറ്റേ കുട്ടിക്കാലം എന്ന് പറയുന്നത് 12-13 വയസ്സ് വരെയായിരുന്നു കുട്ടിക്കാലം. ഇന്നിപ്പോഴാണല്ല, നിങ്ങൾ തന്നെ മുമ്പ് 20 വയസ്സാണ് കുട്ടി. 10 തൊട്ട് 20 എന്നാ പറഞ്ഞത്. 20ാമത്തെ വയസ്സ് വരെ കുട്ടിയൊന്നും ഇല്ല. 18 വയസ്സ് വരെ കുട്ടി പോലും ഉള്ളു. അപ്പൊ അതിനകത്തൊക്കെ ലൈംഗിക മെച്യൂരിറ്റി എന്ന് പറയുന്ന 16 വയസ്സിലൊക്കെ തന്നെ പെൺകുട്ടികൾക്കുണ്ടാകുകയും പുരുഷന്മാർക്കാണെങ്കിൽ 12-13 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് കുട്ടി ഉണ്ടാക്കിയാൽ അവരെ നോക്കാനുള്ള കഴിവില്ലാത്തവരായിരിക്കുന്നതുകൊണ്ട് സ്വന്തമായ ജീവിതത്തിനകത്ത് വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയ സമൂഹത്തിനകത്ത് കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ കുഞ്ഞിനെ ഉണ്ടാക്കരുതെന്ന് പറയുന്നത്. അത് തെറ്റും ശരിയായതുകൊണ്ട് ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ക്ലാസ് റൂമുകളിൽ പഠിപ്പിച്ച് ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ എളുപ്പം. എങ്ങനെയാണ് ഗർഭം ധരിക്കുക, എല്ലാ ജീവികളും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇപ്പൊ ബാക്ടീരിയയുടെ കാലത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസം ഒന്നും കൊടുക്കണ്ട, കാരണം അവരുടെ ലൈംഗികത ഇല്ല. അത് മൂക്കും പിരി രണ്ടാകും എന്ന് പറയുന്നിടത്ത് ലൈംഗികതയില്ല. രണ്ടുപേര് ചേർന്ന് മൂന്നാമതിനെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ലോകം ഉണ്ടായപ്പോഴാണ് ലൈംഗികത ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും കൂടെ ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കുക ചെയ്യുന്നത്. അപ്പൊ ലോകത്ത് പലതരത്തിലാണ് ജീവൻ തുടരുന്നതെന്നും അതിനകത്ത് നമ്മളെ പോലുള്ള സങ്കീർണ ജീവികളിൽ മാത്രമാണ് ലൈംഗികത ഉള്ളതെന്നും ആ ലൈംഗികത തന്നെ ജീവൻ ഉറപ്പാക്കാൻ വേണ്ടി രൂപപ്പെട്ടതാണെന്നും അതിനകത്ത് രസമിരിക്കുന്നത് കാരണം കൊണ്ട് വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള ത്വര നമ്മളിൽ നിലനിൽക്കും എന്നുള്ളത് കൊണ്ടാണ് പ്രകൃതിയിൽ അങ്ങനെ രൂപപ്പെട്ടു വന്നതെന്ന് നമ്മൾ അറിയേണ്ടത്. ഇങ്ങനത്തെ അറിവുകളും കൂടെ ഇതിനൂടെ പങ്കുവെച്ച് എടുക്കുന്ന സമയത്ത് കുട്ടികൾ പരസ്പരം തൊടുകയും ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതിനകത്ത് തെറ്റ് കാണാനായിട്ട് ശ്രമിക്കുന്നവരുടെ യുക്തിക്കകത്താണ് നമ്മൾ ഈ ചോദ്യമൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിക്കാൻ പറ്റാത്തത്. പക്ഷെ സമാന്തരമായി ക്ലാസ് റൂമുകളിനകത്ത് ഇത്തരത്തിലുള്ള അറിവുകളും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആളുകൾ സ്വയം നിയന്ത്രിക്കുക തന്നെ ചെയ്യും. ആ സ്വയം നിയന്ത്രിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ലോകത്ത്. അല്ലാതെ പേടിച്ചനുസരിക്കുന്നവരെ അല്ല നമ്മൾ ലോകത്ത് രൂപപ്പെടുത്തേണ്ടത്. അറിഞ്ഞ് മനസ്സിലാക്കി നിയന്ത്രിക്കുന്നവരെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഏത് സമയത്തും ആളുകൾ തമ്മിൽ, ആണും പെണ്ണും തമ്മിലല്ല, രണ്ട് മനുഷ്യര് തമ്മിൽ ഇണചേരാൻ ശ്രമിക്കുന്നത് തെറ്റല്ല എന്ന് പഠിപ്പിച്ചിട്ട് നിയന്ത്രണത്തിന്റെ ആവശ്യങ്ങളും മറ്റു കാരണങ്ങളും കൊണ്ടാണെന്ന് പഠിപ്പിച്ചാൽ മാത്രം. അപ്പോൾ ഈ 10ഉം 15ഉം വയസ്സായ കുട്ടികളോട് നിങ്ങൾ വേണമെങ്കിൽ സെക്സ് ചെയ്തോ, പക്ഷെ പ്രഗ്നന്റ് ആകാതിരുന്നാൽ മതി എന്ന് പറയുന്നതാണോ അതിന്റെ ഒരു ശരി? അങ്ങനെ നമ്മൾ അങ്ങനെ സെക്സ് ചെയ്തോ കുഴപ്പമില്ല എന്നൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മൾ പറയേണ്ടത് ഈ മറ്ററിവുകളാണ്. ആ അറിവുകൾ കൊടുക്കുമ്പോ അവരവർക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാലേ, ഇപ്പൊ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുമ്പോ നമ്മൾ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ പറയുന്നത്? അത് നമ്മൾ ഈ സമയത്ത് പൊതുവായി നാട്ടിനകത്ത് 18ാമത്തെ വയസ്സിലെ നമുക്ക് ലൈസൻസ് കിട്ടുകയുള്ളൂ. വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇതെല്ലാം പഠിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നിയന്ത്രണത്തിന്റെ യുക്തികൾ വന്നത്. പരിശീലനം ആവശ്യമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ വേറെ ആയി. മനുഷ്യരെന്ന് പറയുന്ന ജീവി സംഘജീവിയാകുകയും സംഘജീവിയായിട്ട് തുടരുകയല്ല, സംഘജീവിയാണ്. ആ സംഘജീവി പലതരത്തിലുള്ള സംഘങ്ങളുമായി ചേർന്ന് ജീവിക്കാൻ പഠിക്കുമ്പോൾ നമ്മളിപ്പോ ജനാധിപത്യം പഠിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ ലൈംഗികത മാത്രമാണോ? വിശപ്പ് നിയന്ത്രിക്കുന്നുണ്ട് നമ്മള്. നമുക്ക് ചോക്ലേറ്റ് കണ്ട് കൊതി വന്ന് ഉടനെ പൈസ ഇല്ലെങ്കിലും കടയിൽ നിന്ന് കയറി അത് തല്ലിപ്പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, അതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് നമ്മള്. അപ്പൊ വിശപ്പ് നിയന്ത്രിക്കുന്നുണ്ട് നമ്മള്. അതുപോലെ തന്നെ മരത്തേൽ കയറുന്ന സമയത്ത് അത് പരിശീലിപ്പിച്ചിട്ടല്ലേ കയറ്റുന്നത്. വെള്ളത്തിൽ നീന്താൻ പഠിപ്പിക്കുന്നില്ലേ? ഇതെല്ലാം പഠിപ്പിക്കേണ്ടതാണ്. പരിശീലനം കൊടുക്കേണ്ടതെന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ ആവശ്യത്തിന് തന്നെയാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. സാമൂഹികമായിട്ടുള്ള അത്തരത്തിലുള്ള മേഖലകൾ വികസിപ്പിച്ചത് നമ്മൾ കൊണ്ടറിഞ്ഞ് പഠിച്ചവരുടെ സ്ഥലവും അത് കഴിഞ്ഞ് ഇപ്പൊ കണ്ടറിയുന്നവരായി നമ്മൾ മാറിയത് കൊണ്ടാണ് നിയന്ത്രണത്തിന്റെ യുക്തികൾ പറയുന്നത്. ജീവികളല്ല, കൊണ്ടറിയുന്നവർ. നമ്മളും അങ്ങനെ തന്നെയാണ്, കൊണ്ടറിയുന്നവരാണ് കൂടുതലും. അതിനകത്ത് കണ്ടറിയാനായിട്ട്, അപ്പൊ ഞാൻ വരും വരായികളെ പറ്റിയുള്ള അറിവുള്ള ജീവിയായി മനുഷ്യരായിട്ടിരിക്കുന്നതിന്റെ വ്യത്യാസമാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, നമുക്ക് സങ്കല്പിക്കാൻ പറ്റും വരും വരായികളെ പറ്റി. അപ്പൊ ഭാവി എങ്ങനെ രൂപപ്പെടും എന്ന് അറിയുന്ന ജീവി ആയതുകൊണ്ടാണ് നമ്മൾ ഈ നിയന്ത്രണത്തിന്റെ യുക്തികളെല്ലാം പറയുന്നത്. ഇതിന്റെ വരും വരായികളെ പറ്റിയുള്ള അറിവ് അത് ലൈംഗിക ബന്ധത്തിൽ മാത്രമുള്ളതല്ല, എല്ലാ കാര്യത്തിനകത്തും ആ പരിശീലനം നമുക്ക് ഉള്ളവരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി ഈ വിഷയങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ലൈംഗികതയ്ക്ക് സവിശേഷമായ എന്തെങ്കിലും കാര്യമൊന്നും ഇല്ല. ഒരു ഗുസ്തി പിടിക്കാൻ പോകുമ്പോഴും പഠിക്കണം, മരത്തെ കയറാൻ പോകുമ്പോഴും പഠിക്കണം, വണ്ടി ഓടിക്കുമ്പോഴും പഠിക്കണം. പരിശീലനങ്ങൾ ആവശ്യമായ മേഖലകളാണ് ഇതെല്ലാം എന്ന് പഠിച്ചാൽ മാത്രം മതി. വായിച്ച് പഠിക്കുന്നുണ്ട് നമുക്ക് താനെ വരുവാണ്. എന്തിനാ സ്കൂളിൽ പോകുന്നത് നമ്മൾ? എത്രയോ പരിശീലനങ്ങളാണ് നമുക്കുള്ളത്. വണ്ടി ഓടിക്കാൻ പഠിക്കുന്നില്ല, പ്ലെയിൻ ഓടിക്കാൻ പഠിക്കുന്നില്ല. ഇതുപോലെ പഠിക്കേണ്ടതാണെന്നാണ് പറയേണ്ടത്. അതിലെല്ലാം ഈ പറയുന്നതിൽ ഒത്തിരി മനുഷ്യരും നമ്മളും എല്ലാം കൂടെ ജീവിക്കുന്നത് കാരണം കൊണ്ട് സങ്കീർണമായ ജീവിതം മനുഷ്യർ രൂപപ്പെടുത്തിയത് കൊണ്ടാണ് നിയന്ത്രണത്തിൻ്റെതായ ഇത്രയും യുക്തികളെല്ലാം വന്നിട്ടുള്ളത്. അത് ഈ പഴയ കാലത്തെ തെറ്റും ശരിയും വെച്ച് ആളുകളെ കീഴടക്കി പഠിപ്പിക്കുന്ന യുക്തിയല്ല, അനുസരണ പഠിപ്പിക്കുന്ന യുക്തിയല്ല, അറിഞ്ഞ് സമ്മതം കൊടുക്കുന്ന യുക്തിയാണ്.
അറിഞ്ഞ് പ്രവർത്തിക്കും. അതാണ് എന്റെ ഇൻഫോംഡ് കൺസെന്റിന്റെ കാലങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. അറിഞ്ഞ് സമ്മതം കൊടുക്കുന്നതും അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള സങ്കീർണ സമൂഹത്തിന്റെ യുക്തിക്കകത്താണ് നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്നത്. ഇതുപോലെ മനസ്സിലാക്കിയ ഒരുപാടും ഇല്ലാതെ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ല തെറ്റും ശരിയും നാണവും ലജ്ജയില്ലേ, നിനക്ക് ഇങ്ങനെയാണോ നീ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചു തന്നിട്ടുള്ള വളരെ സിമ്പിളായി ജീവിതത്തിനെ മനസ്സിലാക്കിച്ചു കൊടുക്കാനൊക്കെ വളരെ ലളിതമായി നമുക്ക് ഈ വിഷയങ്ങൾ പറയാൻ പറ്റും. നമ്മൾ പറയുമ്പോൾ നമുക്ക് സങ്കോചം അനുഭവിക്കുന്നത് തെറ്റിന്റെ ശരിയുടെ യുക്തിക്കകത്ത് നമ്മളെ വളർത്തിയത് കൊണ്ടാണ്. നമ്മളാണ് അമ്മയച്ഛന്മാരാണ് ബൊൺസായികളായി പോയത്. മൂക്കും മുലയും ഒക്കെ ചെത്തി കളഞ്ഞ വളരാനായിട്ട് കഴിയാതാക്കി കഴിഞ്ഞ മനുഷ്യരുടെ പ്രശ്നമാണ് നിങ്ങൾ ചോദ്യങ്ങളല്ല. അങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വാതന്ത്ര്യമുള്ള മനുഷ്യര് വളരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഇത് പറയേണ്ട കാര്യമില്ല. ഇനി ഒരു ഗർഭം അങ്ങ് ധരിച്ചെന്ന് വെച്ചോ, അതിപ്പോ വളർത്താൻ കഴിയുന്നില്ലെങ്കിൽ അബോർട്ട് ചെയ്യണോ വേണ്ടായോ എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റും. അവർ സഹായിച്ചാൽ മതി. എന്തെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മരത്തെ കയറി ഉരുണ്ട് വീണ് എല്ലൊടിഞ്ഞു. മരത്തെ കയറുമ്പോ പഠിപ്പിച്ചതാണ് ഉരുണ്ട്. പക്ഷെ എന്നും ആക്സിഡന്റ് ഉണ്ട്. വണ്ടി ഓടിച്ചാലും ആക്സിഡന്റ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലൊടിഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവിടെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആശുപത്രി കൊണ്ടുപോയി പരിശീലിച്ച് ചെയ്ത് എല്ലെല്ലാം നേരെയാക്കി പിടിച്ച് റെഡിയാക്കിയിട്ടില്ലേ നമ്മൾ കൊണ്ടുവരുന്നത്. അത്രയും കാര്യമുള്ളൂ. അത്ര ലളിതമാണിത്. അല്ല ഇതെന്തോ വലിയ സങ്കീർണ പ്രശ്നമാണെന്ന് വിചാരിക്കാതെ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോഴും ആക്സിഡന്റ് ഉണ്ടാകാതെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകാം. ഒരാൾ അനാവശ്യമായ സ്പീഡിൽ ഓടിച്ചിട്ടാണ് വളവിലെ പോയിട്ട് അടുത്ത ഭിത്തിയിൽ ഇടിച്ചത്, അല്ലെങ്കിൽ എതിരെ വന്ന വണ്ടിയിൽ ഇടിച്ചത്, ഓവർടേക്ക് ചെയ്തപ്പോഴാണ്. ഇതൊക്കെ നമുക്ക് സംഭവിക്കും. അവിടെ എല്ലാം ആംബുലൻസുമായിട്ട് ചെന്ന ആൾക്കാരെ എടുത്തോണ്ട് പോയി. അല്ലാതെ നിങ്ങൾ ഇത് അനുഭവിച്ച് അവിടെ കിടന്നോ എന്ന് പറയുകയാണോ ചെയ്യുന്നത്? അല്ല. ആ തെറ്റ് ചെയ്തവനെ പിന്നീട് നമ്മൾ അതിന്റെ കാര്യത്തിനകത്ത് ശാസിക്കേണ്ടതുണ്ടാകും. ഇനി മേലാൽ ഇതിങ്ങനെ ആവർത്തിക്കരുത് എന്ന് ചെയ്യേണ്ടതുണ്ടാകും. അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുക്കേണ്ടതുണ്ടാകും. ഒരാളെ ഇടിച്ചു കൊന്നു എനിക്ക് ശിക്ഷ കൊടുക്കേണ്ടി വരും. ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. അത് ആ ചെയ്തതിനകത്ത് ഉത്തരവാദിത്തരഹിതമായി, അവിടെയാണ് ഉത്തരവാദിത്വം വരുന്നത്. ഉത്തരവാദിത്തരഹിതമായി പെരുമാറിയതിനുള്ള ശിക്ഷകളാണ്. അതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്യുന്ന തരത്തിലാക്കിയാൽ ഒരുപാടുമില്ലാതെ സ്ത്രീയും പുരുഷനും മാത്രമല്ല രണ്ടിണകൾക്ക് എല്ലാ ലൈംഗിക ബന്ധങ്ങളിലും ഏർപ്പെടാനും അറിയാനും അനുവദിക്കാൻ നമുക്ക് കഴിയുന്നത് നിയന്ത്രണത്തിന്റെ യുക്തികളിലൂടെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അറിവോടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചാൽ മാത്രം മതി. അതിനകത്ത് തെറ്റ് ശരിയില്ല. എപ്പോ വേണേലും ആർക്കും ബന്ധപ്പെടാവുന്ന ലോകങ്ങളാണ്. ഭക്ഷണം നിയന്ത്രിതമായി ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ കൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് എല്ലാം നമ്മൾ കൊടുക്കുന്നില്ല. ഇവർക്ക് മേടിച്ചു കൊടുക്കുന്നത് എന്താ? അതെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ചോദിക്കണ്ടേ? എങ്ങനെയാണ്? അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുന്നത് ജീവിതത്തിന് സമഗ്രമായി മനസ്സിലാക്കാത്തവരുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ നമ്മൾ എപ്പോഴാണ് സ്പീഡ് കൂട്ടേണ്ടതെന്നുള്ളതല്ല, നല്ല പരിശീലനം കൊടുത്ത ആള് നിയന്ത്രിതമായി ഇത് ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കി. അബദ്ധം പറ്റുന്ന സമയത്ത് തെറ്റെന്ന് ഞാൻ പറയുന്നത് നമ്മൾ പരിശീലിപ്പിച്ചതിനനുസരിച്ചിട്ടല്ല അവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് സിസ്റ്റം കൊടുത്താൽ മതി. അതിന് നമ്മൾ സഹായകരമായ നിലപാടെടുത്താൽ മതി. അതുപോലെ വേറെ കുറെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവരുടെ കുട്ടികൾക്ക് 8 വയസ്സ് മുതൽ 10 വയസ്സ് മുതൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. സെക്സ് എന്താണ്, ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെക്സ് പാടുള്ളൂ, കല്യാണത്തിന് മുന്നേ തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം കൂടെ സെയിം ടൈം അതിലോട്ട് വരുന്നുണ്ട്. അങ്ങനെയല്ല, അതൊക്കെ അറിഞ്ഞും പരിശീലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. 18ാമത്തെ വയസ്സിൽ വണ്ടി ഓടിക്കാൻ അങ്ങ് തുടങ്ങുകയല്ല. പരിശീലിച്ച് വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ആളിനെയാണ് ലൈസൻസ് കൊടുത്ത് നമ്മൾ വിടുന്നത്. അങ്ങനല്ല. നിങ്ങള് ആളുകൾ പരസ്പരം അറിഞ്ഞു വളരേണ്ടതുണ്ട്. അത് ചെയ്യാതെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ഇത് കാര്യമുണ്ട്. ലൈംഗിക ചോദന എന്ന് പറയുന്നത് സ്വാഭാവികമായി വിശപ്പ് പോലെ വരുന്നതാണ്. അതിന് നിയന്ത്രിതമായി അത് ഉപയോഗിക്കാനാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ എപ്പോഴെങ്കിലും തുടങ്ങാനായിട്ട് 18ാമത്തെ വയസ്സിൽ ലൈംഗികത്തിൽ ഏർപ്പെട്ടാൽ മതി എന്നല്ല പഠിപ്പിക്കേണ്ടത്. ആ പൂർണ്ണമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കൊണ്ട് അത് കഴിയുന്നതും
നിങ്ങൾ പൂർണ്ണമായ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് പഠിപ്പിക്കാം. ഇനി അങ്ങനെ അല്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്ന് തോന്നുകയാണെങ്കിൽ ഉറകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കാം. ഇത് രണ്ടും തെറ്റിച്ചു കഴിഞ്ഞാൽ, ഗർഭം ധരിച്ചാൽ അതെങ്ങനെയാണ് അബോർട്ട് ചെയ്ത് കളയേണ്ടത് എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. അതിന് അവര് നമ്മുടെ അടുത്ത് വന്ന് പറയേണ്ടതുണ്ട് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളവരായി വളർത്തുക എന്നുള്ളതാണ് വേണ്ടത്. അല്ലാതെ ഈ തെറ്റും ശരിയും ഭയങ്ങളും പഠിപ്പിച്ചിട്ട് മനുഷ്യരെ നിയന്ത്രിച്ച് കൊണ്ടുപോകുമ്പോൾ അടിമകളെ, പശുക്കളെയൊക്കെ വളർത്തുന്ന പോലെയും കോഴികളെ വളർത്തുന്ന പോലെ ആയി മാറുമെന്ന് നമ്മൾ അറിയാം. തന്നെത്താൻ തെരഞ്ഞെടുക്കാനും തന്നെത്താൻ തീരുമാനിക്കാനും കഴിയുന്ന മനുഷ്യരാക്കി മാറ്റുക എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ പൗരബോധമുള്ള മനുഷ്യരുടെ ലോകം. എല്ലാ തെരഞ്ഞെടുപ്പും ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന്റെ വശം. അതാണ് വീടുകളിലാകട്ടെ ജനാധിപത്യപരമായി പെരുമാറുന്ന കുടുംബങ്ങൾ ഉണ്ടാകാത്തതാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞ് പഠിപ്പിക്കാനും മനസ്സിലാക്കിക്കാനും കഴിയാതെ പോകുന്നത്.